നമ്മുടെ ടീമുകളൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുമിച്ച് പോണേ. കൊട എല്ലാവരും നിവർത്തൂ. لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഹെലിപ്പാഡിന് മുകളിൽ കണ്ടോ ഒരു ഹെലികോപ്റ്റർ? അലീക്ക, ഹെലിപ്പാഡിന് മുകളിൽ കണ്ടോ ഹെലികോപ്റ്റർ? ഹെലികോപ്റ്ററിൻ്റെ വലിപ്പം ഹെലിപ്പാഡിൻ്റെ വലിപ്പം തമ്മിൽ നോക്കി എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന്. അതാണ് അതിൻ്റെ വലിപ്പം അറിയേണ്ടത്. ജംറയും കാണാം, വിവിധ ഇനം കുടകളും കാണാം. അൽഹംദുലില്ലാ, ഏകദേശം നമ്മൾ ജംറയുടെ അടുക്കലേക്ക് എത്താറായി. ഇന്ന് ദുൽഹജ്ജ് 11 3 ജംറകളിലും എറിയണം. ഇന്നലെ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ കഅബയുടെ ദിശയെ ഇടതുഭാഗത്തും മിനയുടെ ദിശയെ വലതുഭാഗത്തുമാക്കി, അഥവാ ജംറ സ്തൂപത്തിൻ്റെ ഇടതുഭാഗത്തൂടെ പോയി വലത്തേക്ക് തിരിഞ്ഞ് നിന്നെറിയണം. കല്ല് കയ്യിലെടുക്കാം. സ്നേഹമുള്ളവരെ, ഇന്നലെ നമുക്ക് ഒരേ ഒരു ജംറയിൽ എറിയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് 3 ജംറകളിൽ എറിയാനുണ്ട്. ഇതാണ് ഒന്നാമത്തെ ജംറ, ജംറത്തുൽ ഊല. ഇന്നലെ എറിഞ്ഞതുപോലെ ആ ജംറ സ്തൂപത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോയി നിൽക്കുക. ഇടതുഭാഗത്ത് കഅബയുടെ ദിശയും വലതുഭാഗത്ത് മിനയുടെ ദിശയുമാക്കി നിൽക്കുക. ചേർന്ന് നിന്നെറിയുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റജ്മൻ ലിശ്ശൈത്വാൻ റഗ്മൻ ലിർറഹ്മാൻ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തക്ബീർ ചൊല്ലിക്കൊണ്ടറിയുക. അല്ലാഹു അക്ബർ. സ്വന്തം ഏറ് കഴിഞ്ഞവരെ പകരം അറിയാനുള്ളവരുടെ അറിയുക. എല്ലാം ദുആ ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ വആഫിനാ വഅഫു അന്നാ وعلى طاعتك وشكرك أعنا اللهم لوجهك أردت اللهم لوجهك أردت اللهم تقبل منا حجنا اللهم تجاوز عنا سيئاتنا اللهم توفنا مسلمين وألحقنا
ബിസ്സാലിഹീൻ. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഒരു ജംറയിലാണ് നമ്മൾ എറിഞ്ഞത്. ഇനി ജംറത്തുൽ വുസ്ത രണ്ടാമത്തെ ജംറയിലേക്കാണ് പോകുന്നത്. വീണ്ടും 7 കല്ലുകൾ ഇടത്തെ കയ്യിൽ എടുത്തു വെക്കണം. നമ്മൾ ഒന്നാമത്തെ ജംറയിൽ എറിഞ്ഞ അതേ പൊസിഷനിൽ പോയി ലാസ്റ്റ് നിൽക്കണം. ഇടതുഭാഗത്ത് കഅബയുടെ ദിശയാവണം, വലതുഭാഗത്ത് മിനയുടെ ദിശയാവണം. അതേപോലെ തന്നെ സമാധാനത്തിൽ പോയി ഒരുമിച്ച് കൂടി നിന്നിട്ട് എറിയണം. ഇൻഷാ അല്ലാഹ്. എല്ലാ പ്രൈവറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും ജംറയിലെ കല്ലേറ് വലിയ പ്രശ്നമാണ്. അൽഫ ഹജ്ജുംറ ഗ്രൂപ്പ് ഇതേവരെ അത് പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം നമ്മുടെ അണികൾ എപ്പോഴും നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നു. അണികളുടെ മനസ്സറിഞ്ഞ് നേതൃത്വം കൃത്യമായി കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇത് രണ്ടാമത്തെ ജംറയാണ്, ജംറത്തുൽ വുസ്ത. വലതുഭാഗത്തേക്ക് ചേർന്നുക. കഴിഞ്ഞ ജംറയിൽ നിന്നതുപോലെ തന്നെ ആളൊഴിഞ്ഞതിന് ശേഷം അടുത്തു പോയി നിന്നിട്ടെറിയണം. സ്തൂപത്തിൽ കൊള്ളലല്ല ലക്ഷ്യം, തളത്തിൽ വീഴലാണ്. ജംറയിലെ കല്ലേറ് ഞാൻ നടത്തുന്നു എന്ന നിയത്തോടു കൂടി അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടറിയുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم إليك توجهت ولوجهك الذي أردت فاجعل ذنبي مغفورا وعملي مقبولا وحجي مبرورا ولا تخيبني وارحمني إنك على كل شيء قدير. اللهم ربنا تقبل منا وعافنا واعف عنا وعلى طاعتك وشكرك أعنا وعلى الإيمان والإسلام الكامل توفنا وأنت راض عنا يا أرحم الراحمين. അള്ളാഹു നമ്മുടെ കൽബിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും നമ്മുടെ ദേഹേച്ഛയിൽ നിന്നും എല്ലാ പൈശാചികതയും എറിഞ്ഞ് വിദൂരതയിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ ജംറയിൽ എറിയുമ്പോൾ കൽബിൽ നിന്ന് പൈശാചികത എടുത്ത് വലിച്ചെറിയുന്ന നിയത്ത് മനസ്സിലുണ്ടാവണം. അതല്ലാതെ ജംറയിൽ വേറെ ആരോ എറിഞ്ഞ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശൈത്താൻ നമ്മുടെ ഏറോടുകൂടി നമ്മുടെ കൽബിലേക്ക് മടങ്ങി വരരുത്. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് മൂന്നാമത്തെ ജംറയിൽ എറിയണം. മൂന്നാമത്തെ ജംറയിൽ ഏറ് കഴിഞ്ഞിട്ട് ദുആകളില്ല, തക്ബീറും ചൊല്ലിക്കൊണ്ട് മടങ്ങിപ്പോവുക. ഇനി നമ്മൾ മൂന്നാമത്തെ ജംറത്തുൽ അഖബയിലേക്ക് അഥവാ
പെരുന്നാൾ ദിവസം ഇന്നലെ എറിഞ്ഞ ജംറയിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇത് മൂന്നാമത്തെ ജംറയാണ്, ജംറത്തുൽ അഖബ. ലാസ്റ്റ് ഭാഗത്തേക്ക് വാ. ഏറ്റവും ലാസ്റ്റ് പോവും. ഇവിടെ ലാസ്റ്റ് വാ. ഓക്കെ. ഓക്കെ, ഓക്കെ, പോവാം.